നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇതിൽ പറയുന്നത്. ഇന്ന് പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അധികവും ഹൃദയ ചാഞ്ചല്യമുള്ളവരായിരിക്കും. സ്ഥിരീകരണത്തോടു കൂടിയ ഒരു ലക്ഷ്യത്തിലും ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കാറില്ല. സ്വന്തം കഴിവിനെ തിരിച്ചറിയാതെ ഇവർ ഓരോന്നിലും പ്രവേശിച്ച് കൂടെ പരാജയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പരാജയത്തിൽ നിരാശപ്പെടാറില്ല. പൂയം നക്ഷത്രക്കാർ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്ത് കഷ്ടനഷ്ടങ്ങളും സഹിക്കുന്നവരാണ്. ഈ നക്ഷത്രക്കാരുടെ കുട്ടിക്കാലം മുതൽ ബാല്യം വരെ കഷ്ടതകളോട് കൂടിയതായിരിക്കും. ബാല്യകാലദശയിൽ കുടുംബസംബന്ധമായ പരിവർത്തനങ്ങളും ചിലപ്പോൾ പരാശ്രയവും കാണാറുണ്ട്. പൊതുവിജ്ഞാനത്തിൽ മികവ് പുലർത്താറുണ്ട്. വിദ്യാഭ്യാസം തീരെ കുറഞ്ഞവരാണിവർ. എങ്കിലും ബുദ്ധികൂർമ്മതയും ഗ്രഹണശക്തിയും ഇവർക്ക് കുറച്ച് കൂടുതലാണ്. ആരോടും സ്നേഹത്തോടെ പെരുമാറാനും സംസാരിക്കാനും ഇവർക്ക് നല്ല വശമായിരിക്കും. ഇതെല്ലാം സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ഉള്ളതായിരിക്കും. ഈ നക്ഷത്രക്കാരെ നന്ദി കെട്ടവരെന്നോ ആത്മാർത്ഥത ഇല്ലാത്തവരെന്നോ ഇവരെ വിളിക്കാറുണ്ട്. ഇവർ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യണമെന്ന ചിന്ത ഇവരിൽ ഉണ്ടാവാറില്ല. ഇവരുടെ ഭാഗ്യമായി, അതായത് ഇവരുടെ ഗുണമായി പറയപ്പെടുന്നത് ഇവർക്ക് ദയാശീലം, സൗഹൃദയത്വം ഇവയെല്ലാം കൂടുതലാണ്. ആകൃതിയിലും ഇവർ അനുഗ്രഹീതരാണ്. ഏർപ്പെടുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വം മനസ്സിലാക്കി പെരുമാറും. എന്നാലും ഇവർക്ക് പൂർണ്ണ വിജയം ഉണ്ടാവാറില്ല. 16 വയസ്സുവരെ ഇവർക്ക് ക്ലേശകരമായ ജീവിതമാണ് ഉണ്ടാവാറുള്ളത്. 18നും 32നും ഇടയിൽ ഗുണവും ദോഷവും മാറി മാറി വരാറുണ്ട്. പൂയം നക്ഷത്രക്കാർ ധാരാളം പരിവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. 32 വയസ്സിന് മുകളിൽ സ്വസ്ഥവും സ്വതന്ത്രവുമായ ഒരു ജീവിതം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മിക്കവാറും ജനിച്ച കുടുംബവും സാഹചര്യവും അകന്ന് ജീവിക്കുന്നവരാണ്. സഞ്ചാരത്തിൽ താല്പര്യം കുറച്ച് കൂടുതലാണ് ഇവർക്ക്. ഈ നക്ഷത്രക്കാർക്ക് പിതൃദത്തമായ സൗഭാഗ്യങ്ങൾ ഉണ്ടാവാറില്ല. ഭാര്യ പുത്രാദികളോടൊത്തുള്ള ഗാർഹിക ജീവിതം കുറവായാണ് കാണപ്പെടുന്നത്. ആരോഗ്യ വിഷയത്തിൽ ഇവർ സാമാന്യം അനുഗ്രഹീതരാണ്. പൂയം നക്ഷത്രക്കാരുടെ ആകൃതിയും ശരീരഘടനയും വിഭിന്നമാണ്. സംഭാഷണ ചാതുര്യം, ആരോഗ്യസ്ഥിരത, നീതിബോധം എല്ലാം ഇവർക്ക് കൂടുതലാണ്. കൂടാതെ മിതമായ സ്വഭാവം ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പൂയം നക്ഷത്രക്കാർ ശരീരഘടനയിൽ മാറ്റമുള്ളതിനാൽ ഇവരുടെ കൈകാലുകൾ മെലിഞ്ഞതായിരിക്കും. ഈ നക്ഷത്രക്കാർ മാതൃഭക്തരും മാതാവിൻ്റെ ഉപദേശങ്ങളെ ബഹുമാനിക്കുന്നവരുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സ്വൈരത കുറവായിരിക്കും. തീരെ സ്വൈരത ഉണ്ടാവാറില്ല. സാധു സ്വഭാവികളായ സ്ത്രീകളാണ് ഇവർ. സ്വസ്ഥമായ കുടുംബജീവിതം പുലർത്താൻ ഇവർക്ക് കഴിയാറില്ല. പൂയം നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ പരിവർത്തനത്തിന് എല്ലാ സമയവും വിധേയരാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ദുരനുഭവങ്ങൾ ഇടയ്ക്ക് ഇവർക്കുണ്ടാകാറുണ്ട്. കൂടെ കുടുംബകലഹമോ ഭർതൃവിയോഗമോ ഇവർ നേരിടേണ്ടതായിട്ടാണ് കാണപ്പെടുന്നത്. ഇവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടെ ഉണ്ടാകാറുണ്ട്. പൂയം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശനിയാണ്. പൂയം നക്ഷത്രത്തിന് ചില പ്രതികൂല നക്ഷത്രങ്ങളുണ്ട്. അവ ഏതാണെന്ന് നമുക്ക് നോക്കാം. മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയ, പൂരുരുട്ടാതി. ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. പൂയം, അനിഴം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉചിതമായിരിക്കും. ശനിയെ പ്രീതിപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. പൂയവും ശനിയാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഉത്തമമാണ്. ഈ ദിവസങ്ങളിൽ ശനീശ്വര പൂജ, ക്ഷേത്ര ദർശനം എന്നിവയ്ക്ക് ഉത്തമമാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിന് ഇവർക്ക് വെള്ള വസ്ത്രം ധരിക്കാവുന്നതാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ശനി പ്രീതിക്കായിട്ട് കറുത്തതും നീലയുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ലതാണ്. ഇതെല്ലാം ഇവർക്ക് അനുകൂലമാണ്. ശനിയാഴ്ച ഇവർ അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും വളരെ ഐശ്വര്യപ്രദമാണ്.
പൂയ നക്ഷത്രത്തിൻ്റെ ദേവത ബൃഹസ്പതിയാണ്. ബൃഹസ്പതിയുടെ മന്ത്രം ദിവസവും ചൊല്ലുന്നത് ഇവർക്ക് വളരെ ഐശ്വര്യമുള്ളതാണ്. ഓം ബൃഹസ്പതേ അതിയതരോ അർഹത ദ്വിമതീപാതി ധൃതുമഞ്ജനേഷു ഓം ബൃഹസ്പതേ നമഃ. ഈ മന്ത്രം ഈ നക്ഷത്രക്കാർ എല്ലാ ദിവസവും ചൊല്ലേണ്ടതാണ്. പൂയ നക്ഷത്രത്തിൻ്റെ മൃഗം ആട്, വൃക്ഷം അരയാൽ. ഇവർ ദേവഗണത്തിൽപ്പെട്ടവരാണ്. പുരുഷയോനിയാണ്. പക്ഷി ചകോര. ഭൂതം ജലമാണ്. നക്ഷത്ര ദേവത ബൃഹസ്പതി ആയതുകൊണ്ട് തന്നെ ഒരു ബൃഹസ്പതി സ്തോത്രം ചൊല്ലി നിർത്താവുന്നതാണ്. പഞ്ചവിംശതി നാമാനി പുണ്യാനി നിയതാത്മന വസതാനന്ദഭവനെ വിഷ്ണുനാ കീർത്തിദാനി വൈ. അടുത്ത ദിവസം ആയില്യം നക്ഷത്രത്തിൻ്റെ വിശേഷവുമായി വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ശുഭം. You're mine for sure.